ഇന്ന് നമ്മൾ മീനൊക്കെ വെച്ചിട്ടൊരു സ്പെഷ്യലായിട്ട് നമുക്ക് റെസിപ്പിയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് മീനൊക്കെ നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീര്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് വെള്ളം, ഇത്രയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് മീനൊക്കെ. എന്നിട്ട് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാട് എണ്ണ വേണ്ട, സൈഡിൽ മാത്രം കുറേശ്ശെ എണ്ണ ആക്കിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഒരുപാടങ്ങ് മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുക്ക് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി വേറൊരു പാനിൽ കുറച്ച് ഓയിൽ വെച്ചതിന് ശേഷം നമ്മൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, ഏലക്ക, മല്ലി, പൊട്ടുകടല, കാഷ്യൂനട്ട്, ചെറിയ ജീരകം, വലിയ ജീരകം ഇതൊക്കെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ആ ഒരു തേങ്ങ ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ നമ്മളിട്ട ആ ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് തക്കാളി ജ്യൂസ് അടിച്ചും കൂടെ ചേർത്തിട്ട് ആ ഒരു തക്കാളി ഒന്ന് എണ്ണയിൽ നന്നായിട്ട് ഫ്രൈ ആയിട്ട് ആ ഒരു തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്നിങ്ങനെ തിളപ്പിച്ചിട്ടൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒന്ന് കുറുകി കഴിഞ്ഞ ശേഷം നമ്മളതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന മീനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മീൻ മറച്ചിട്ടൊന്നുമില്ല കേട്ടോ, ആ ഒരു അരപ്പ് കംപ്ലീറ്റ് ആയിട്ടും അതിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് കുറച്ച് ബട്ടറും കൂടെ ആക്കിയിട്ട് സിമ്മിൽ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മീനും ആ ഒരു അരപ്പ് കിടന്ന് റെഡി ആയിക്കോളും. ആ ഒരു ബട്ടറൊക്കെ ഒന്നിങ്ങനെ മെൽറ്റായിട്ട് നല്ല രീതിയിലായിട്ട് കിട്ടും കേട്ടോ. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയില്ല, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും കൂടെ ചേർത്ത് അടിപൊളിയായിട്ടുള്ള നമ്മളെ കറി ഇവിടെ ഓഫ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല സൂപ്പർ റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.